രണ്ട് പേരുകൾ. ഹൈദരാബാദിൽ നിന്നൊരു മുഹമ്മദ് സിറാജ്, ഗുജറാത്തിൽ നിന്ന് ഒരു ജയ്ഷ. ICC ചെയർമാനും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനുമായ ജയ്ഷ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് ജയത്തിൽ ഇന്ത്യൻ താരങ്ങളെ പേരെടുത്ത് അഭിനന്ദിച്ചപ്പോൾ അതിൽ ഗംഭീര പ്രകടനം നടത്തിയ ഒരാളെ അവഗണിക്കുമോ? അതോ വിട്ടുപോയതാണോ? അവഗണന നേരിട്ട താരം സിറാജാണ്, അവഗണിച്ചത് ജയ്ഷായും. അപ്പോൾ വിമർശനവും സ്വാഭാവികം. പറയാം. ഒരു പോസ്റ്റ് 336 റൺസിന്റെ കൂറ്റൻ ജയം നേടിയ ഇന്ത്യയെ അഭിനന്ദിച്ച ഇന്ത്യക്കാരനായ ICC ചെയർമാൻ ജയ്ഷ ഒരു പോസ്റ്റ് ഇടുന്നു. ഗില്ലിനും ആകാശ്ദീപിനും പിന്നെ ഋഷഭ് പന്തിനും ജഡേജയ്ക്കും അഭിനന്ദനങ്ങൾ. വിജയത്തിന് വഴിവെട്ടിയ സിറാജിന്റെ പേര് മാത്രമല്ല. അതിന്റെ കാരണം സിറാജ് എന്ന ക്രിക്കറ്ററുടെ കഴിവിനും ഇന്ത്യൻ ടീമിനോടുള്ള സമർപ്പണത്തിനും മേലെയാണ് സമകാലിക ഇന്ത്യയിൽ ജയ്ഷായുടെ അച്ഛൻ സമുന്നത നേതാവായിരിക്കുന്ന BJP എന്ന പാർട്ടിക്ക് അയാളുടെ സ്വത്വത്തോടുള്ള വെറുപ്പും വേട്ടയാടലും. വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ലോർഡ്സിൽ കരുത്തരായ കങ്കാരുക്കളെ തോൽപ്പിച്ച ദക്ഷിണാഫ്രിക്ക അവരുടെ ആദ്യ മേജർ കിരീടമായ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടി. ചാമ്പ്യന്മാരായ സൗത്ത് ആഫ്രിക്കയെ പ്രശംസിച്ച് ICC ഒരു റീൽ പോസ്റ്റ് ചെയ്തു. അതിലാകെ ഉണ്ടായിരുന്നത് 23 ഷോട്ടുകളായിരുന്നു. അതിൽ 11 ഷോട്ടുകളിലും ഉണ്ടായിരുന്നത് ചാമ്പ്യന്മാരല്ല, മറിച്ച് ICC പ്രസിഡന്റ് ജയ്ഷായുടെ മുഖമായിരുന്നു. എങ്ങനെയാണ് സൂക്ഷ്മമായും സവിശേഷമായും ചെയ്യുന്ന ക്യാരക്ടർ ബിൽഡിംഗിലൂടെ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ബിംബങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്നായിരുന്നു അത്. യാതൊരുവിധ മെറിറ്റും അലങ്കരിക്കുന്ന പദവിയിൽ വേണ്ട മിനിമം യോഗ്യതയുമില്ലാതെ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഇമേജിലൂടെയാണ് ആദ്യം ഗുജറാത്ത് അസോസിയേഷൻ സെക്രട്ടറിയായും പിന്നീട് BCCI പ്രസിഡന്റായും ഒടുവിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ തലപ്പത്ത് തന്നെയും വെറും 35 വയസ്സിനുള്ളിൽ തന്നെ എതിരാളികൾ പോലുമില്ലാതെ ജയ്ഷായെ പിതാവ് അമിത്ഷായും അയാളുടെ പാർട്ടിയും നൂലിലൂടെ കെട്ടിയിറക്കുന്നത്. ക്രിക്കറ്റിൽ യാതൊരു പശ്ചാത്തലവുമില്ലാത്ത ജയ്ഷായുടെ പദവിക്കുള്ള പശ്ചാത്തലം അയാളുടെ പിതാവിന്റെ പാർട്ടിയുടെ പശ്ചാത്തലം മാത്രമാണ്. രണ്ടാം പേര് മുഹമ്മദ് സിറാജ്. തനിക്ക് വേണ്ടി പട്ടിണി കിടന്ന് പണിയെടുത്ത അബ്ബു മരിക്കുന്നത് 2020 ഓസ്ട്രേലിയയിൽ വിളിച്ചു നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി സമയത്താണ്. അന്ന് അജിൻക്യ രഹാനെ ഗാബയിൽ രചിച്ച ഇതിഹാസത്തിൽ നിർണായകമായത് രണ്ടാം ഇന്നിംഗ്സിൽ സിറാജ് നേടിയ 5 വിക്കറ്റുകളായിരുന്നു. വിജയങ്ങൾക്ക് അല്ലാഹുവിന് നന്ദി പറഞ്ഞതിന്റെ പേരിൽ രാമന് നന്ദി പറയുന്നവരും അനുയായികളും വളഞ്ഞിട്ടാക്രമിച്ചു. വെറുപ്പിന്റെ വേട്ടകളോട് പോരാടാൻ സിറാജ് ഉപയോഗിച്ചത് ക്രിക്കറ്റിനോടുള്ള അഭിനിവേശം എന്ന ആയുധമാണ്. ഏത് സാഹചര്യങ്ങളിലും ജസ്സി ഭായിൽ മാത്രമല്ല സിറാജ് മിയാനിലും ആത്മവിശ്വാസം അർപ്പിക്കാൻ ഇന്ത്യ തുടങ്ങിയിരിക്കുന്നു.